Srikrishna College for Healthcare and Media Studies. BWalk Medical Lab Nursing Diploma Paramedical കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച ആശുപത്രികളിലും ഫാർമസികളിലും പരിശീലനം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് പ്രത്യേകാനുകൂല്യങ്ങൾ. കൂടാതെ ഓൺലൈൻ ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്. 9800 വനിതകൾക്ക് ജോലി നേടിക്കൊടുത്ത വടക്കാഞ്ചേരിയിലെ 28 വർഷത്തെ പാരമ്പര്യമുള്ള അംഗീകൃത സ്ഥാപനം. +2 തോറ്റവർക്കും ജയിച്ചവർക്കും പ്രവേശനം. ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്. ഓട്ടുപാറ ബൈപ്പാസ് ജംഗ്ഷൻ, അറേബ്യൻ മെഡിക്കൽസിന് സമീപം, അറേബ്യൻ ടയേഴ്സിന് മുകളിൽ. വള്ളത്തോൾനഗർ ഗ്രാമപഞ്ചായത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ ലക്ഷ്യത്തോടെ വിപുലമായ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ആവേശകരമായ തുടക്കമായി. വള്ളത്തോൾനഗർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെയും പകർച്ചവ്യാധി നിയന്ത്രണത്തിന്റെയും ഭാഗമായുള്ള പഞ്ചായത്ത് തല ശുചീകരണ യജ്ഞത്തിന് തുടക്കമായി. ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച കേരള കലാമണ്ഡലത്തിന് സമീപം അവസാനിക്കുന്ന രീതിയിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ഹരി നിർവഹിച്ചു. അങ്ങനെ എല്ലാ വിധത്തിലുള്ള എല്ലാ മേഖലകളിലുമുള്ള സന്നദ്ധ പ്രവർത്തകരെ ഉൾപ്പെടുത്താനാണ് നമുക്ക് നിർദ്ദേശം കിട്ടിയിരിക്കുന്നത്. അത് ഇന്നത്തെ ഈ ദിവസം തന്നെ ചെയ്യാനാണ് നിർദ്ദേശം കിട്ടിയിരിക്കുന്നത്. സാഹചര്യം കാലാവസ്ഥ കുറച്ച് പ്രതികൂലമാണ്, മഴയൊക്കെ ഉണ്ട്. എന്നാലും ഇത് ഇന്ന് തന്നെ നടത്തേണ്ട ഒരു പ്രവർത്തനമായതുകൊണ്ട് നമുക്കത് നീട്ടിവെച്ചുകൂടാ. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു മഴക്കാലപൂർവ്വ ശുചീകരണം എന്നാണ് ഇതിൻ്റെ പേര് തന്നെ. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വെള്ളം കെട്ടിക്കിടന്നിട്ട് പകരാനിടയുള്ള പകർച്ചവ്യാധികൾ ഒഴിവാക്കുക. അപ്പോൾ കൊതുകിന് വളരാനുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. മറ്റു തരത്തിലുള്ള എലിപ്പനി, ഡെങ്കിപ്പനി പോലെയുള്ളതൊക്കെ പകരാനുള്ള സാധ്യതകൾ ഇപ്പോൾ മഴക്കാലത്ത് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ തടയാനുള്ള ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് നമ്മുടെ ചുറ്റുപാട് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു ദിവസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഈ ഒരു ഒറ്റ ദിവസത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. നമ്മുടെ ചുറ്റുപാട് നമ്മൾ നിത്യേന ഈ പറഞ്ഞ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കേണ്ടതാണ്. എന്നാലും ഇതൊരു മാതൃകാപരമായ പ്രവർത്തനം എന്നുള്ള രീതിയിൽ പഞ്ചായത്ത് തലത്തിൽ ഇന്ന് നടത്തി. ഇതിൻ്റെ ഉദ്ഘാടനം നമ്മളിപ്പോൾ ഇവിടെ കൊച്ചിൻ പാലത്തിൻ്റെ അവിടെയാണ് നടത്തുന്നത്. കൊച്ചിൻ പാലം തൊട്ട് കലാമണ്ഡലം വരെയുള്ള സ്ഥലമാണ് നമ്മൾ ഇന്ന് ഇതിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതല്ലാതെയും സന്നദ്ധ പ്രവർത്തനങ്ങൾ വഴിയും അതല്ലാതെ വാർഡ് തലത്തിലുള്ള വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റികൾ വഴിയും ഒക്കെ നമ്മൾ ഇത്തരത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്, തുടർന്നും നടത്തുന്നതാണ്. നമുക്ക് അറിയാവുന്നതാണ് ചെറിയൊരു പ്രതിരോധം. ചെറുതുരുത്തിയിലെ പാതയോരങ്ങളിലെ പുല്ലുചെത്തി വൃത്തിയാക്കിക്കൊണ്ടാണ് പ്രസിഡന്റ് ഉദ്ഘാടന കർമ്മം പൂർത്തിയാക്കിയത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VK ലത്തീഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ T ഷീജ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പങ്കെടുത്തു. വാർഡുകളിലെയും പൊതുസ്ഥലങ്ങളിലെയും ശുചിത്വം ഉറപ്പാക്കി പകർച്ചവ്യാധികളെ പ്രതിരോധിക്കുകയാണ് ഈ ക്യാമ്പയിനിലൂടെ പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, സന്നദ്ധ പ്രവർത്തകർ, പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കാളികളാവുകയും ചടങ്ങിൽ സംസാരിക്കുകയും ചെയ്തു. ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ നിഷ രമേശ് ചടങ്ങിന് സ്വാഗതവും ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ PN അനിൽകുമാർ നന്ദിയും രേഖപ്പെടുത്തി. മഴക്കാലത്തിന് മുന്നോടിയായി പൊതുവിടങ്ങൾ പൂർണ്ണമായി മാലിന്യമുക്തമാക്കാൻ വരും ദിവസങ്ങളിലും ഊർജിതമായ പ്രവർത്തനങ്ങൾ തുടരുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് വള്ളത്തോൾനഗർ പഞ്ചായത്തിൽ നമ്മളിപ്പോൾ ഇവിടെ കൂടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ പാലത്തിൻ്റെ അവിടെ നിന്ന് വെട്ടിക്കാറ്റ് വരെയുള്ള മേഖലകളിലാണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ദിവസത്തെ നമ്മളുടെ വിവിധ സംഘടനകളുടെയും അതുപോലെ തന്നെ നമ്മളുടെ തൊഴിലുറപ്പ് തുടങ്ങിയ ആളുകളുടെയും പഞ്ചായത്ത് മെമ്പർമാരുടെയും എല്ലാവരും സാന്നിധ്യത്തിലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ന്യൂസ് ഡെസ്ക് CCV.